ഹായ് എവരി വൺ. എങ്ങനെയാണ് പാഠശാലയുടെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ക്രോം ആക്സസ് ചെയ്യുക. ഗൂഗിൾ ക്രോമിൻ്റെ അത് ഫോണിലായാലും ആക്സസ് ചെയ്യുക. അത് ഓപ്പൺ ആയി കഴിഞ്ഞ് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തു എന്ന് ഉറപ്പാക്കുക. അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡിൽ ജിമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ജിമെയിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പുതിയ ഒരു ടാബ് ഓപ്പൺ ആക്കുക. അതിനുശേഷം മൈ പാഠശാല ഡോട്ട് ഓർഗ് എന്നുള്ള ഒരു വെബ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൈ പാഠശാലയുടെ വെബ്സൈറ്റിലെത്തും. നിങ്ങൾക്ക് അവിടെ ഡിഫറെൻറ്റ് ടാബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ കോഴ്സ് വാച്ച് ചെയ്യുക. ഏതാണോ കോഴ്സിന് നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ളത് ആ ഒരു കോഴ്സ് തീർച്ചയായിട്ടും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഗോ ടു ലേണിംഗ് എന്നായിരിക്കും. അഥവാ നിങ്ങൾ സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻറോൾ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ വേണ്ടി പോകുന്നത്. പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. സൈൻ അപ്പ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, അതേപോലെ തന്നെ നിങ്ങളുടെ പേര്, പാസ്വേഡ് ഏതാണോ നിങ്ങൾ ഡിസൈഡഡ് ആയിട്ടുള്ള പാസ്വേഡ് അത് 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ അപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിലിലേക്ക് ഒരു ഒ.ടി.പി വരും. ആ ഒരു ഒ.ടി.പി നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തുള്ള ഒരു ഓപ്ഷൻ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് അത് പോപ്പപ്പ് ആയിട്ട് വരും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആക്സസ് കൊടുക്കുക. ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എറർ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടു ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിലേക്ക് ഒരു നമ്പർ വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒ.ടി.പി ചോദിക്കുകയാണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആക്സസ് നിങ്ങൾ ഇമെയിൽ ഐ ഡിയും പേരും മാത്രമേ അതിൽ നിന്ന് എടുക്കുന്നേ ഉള്ളൂ. സേഫ് ആയിരിക്കും. എല്ലാ ഓപ്ഷൻസും സേഫ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിലും പേഴ്സണൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അതിനുശേഷം സൈൻ അപ്പ് കൊടുക്കുക. വൺസ് സൈൻ അപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലോഗിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, അതേപോലെ തന്നെ ഏത് പാസ്വേഡ് ആണോ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ളത് അതും കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൈൻ ഇൻ ചെയ്യും. നിങ്ങളൊരു വെൽക്കം മെസ്സേജ് വരും. ഇനി നിങ്ങൾക്ക് എന്നും ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ, അഥവാ ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ബുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കീബോർഡിൽ കൺട്രോൾ ഡി കൊടുത്ത ബുക്ക് മാർക്ക് കാണിക്കും. എവിടാണോ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യേണ്ടത് അവിടെ ബുക്ക് മാർക്ക് ടാബാണോ അവിടെ കൊടുത്തിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ മൈ പാഠശാല എന്നുള്ളൊരു ഫോൾഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് തുറക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഗോ ടു ലേണിംഗിൽ പോവുക. അപ്പോൾ നിങ്ങളുടെ മൊഡ്യൂൾ ആക്സസ് ആവും. ഫസ്റ്റ് മൊഡ്യൂൾ ഫ്രീ ആണ്. അതിനുശേഷം അഥവാ നിങ്ങൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ കോഴ്സ് ഇൻസ്ട്രക്ടറെ കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കൊടുക്കുക. വിത്തിൻ അവേഴ്സ് നിങ്ങളുടെ കോഴ്സ് ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അഥവാ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻസ്ട്രക്ടറെ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബ്ലോഗ് അത് ഫ്രീ ആണ്. ജസ്റ്റ് എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അപ്പോയിൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ആരാണോ ഏതാണോ കോഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്തിനാണ് അപ്പോയിൻമെൻറ്റ് റീസൺ അത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ടൈം പറയുക. അതിനുശേഷം സ്ലൈഡ് ടു കൺഫേം ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.